ആർക്കും ഗുഡ് മോർണിംഗ്. വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും പുതിയൊരു ദിവസം തുടങ്ങുന്നത് അത്യാവശ്യമായതുകൊണ്ട് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഫുഡ് തിന്നു, പിന്നെ ഞാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചത് ഭക്ഷണത്തിന് വിശേഷം വേണ്ടിയിട്ട് ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഭക്ഷണം കഴിച്ചിട്ടൊന്നു തിരിച്ച് നമുക്ക് ഉണ്ടായി. ഡ്രസ് ചെയ്തു, ഓപ്പൺ ഹെയർ ചെയ്യുക. വേറൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവനും ആക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ ദുബായ് മോള് സൈഡിലോട്ട് വന്നേക്കുവാണ്. ദുബായ് മോള് ബുർജ് ഖലീഫ പരിപാടികളൊക്കെ വന്ന് ജസ്റ്റ് വന്നിട്ട് പോകാൻ ഓർത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡൻ ഉണ്ട്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഭയങ്കര റിവ്യൂസൊക്കെ കേട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെയും കൂടെ ഒന്ന് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിന് നമ്മൾ ഇപ്പോൾ കുരിശുമലയിൽ നിന്ന് മെട്രോ കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് ദുബായ് മോളിലോട്ട് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. നേരെ സ്കൈ ലൈൻ ഉണ്ട്, നമുക്ക് ബ്രിഡ്ജ് ഉണ്ട്, നേരെ മുകളിലോട്ടെത്താം. പക്ഷെ കുറച്ച് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പിന്നെയും മെട്രോ എടുക്കുക. മെട്രോ എടുത്തിട്ട് എവിടെയാണ് എമിറേറ്റ്സ് മോളിൻ്റെ അവിടെ ഇറങ്ങുക. എമിറേറ്റ്സ് മോളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ക്യാബ് എടുക്കാനുള്ള ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ മിറാക്കിൾ ഗാർഡനിലോട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ദുബായ് മോളിലോട്ട് പോകാം. അത് കഴിഞ്ഞ് ബുർജ് ഖലീഫ കാണാം, ടോളസ്റ്റ് ബിൽഡിംഗ് അല്ലേ, അപ്പോൾ അത് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിറാക്കിൾ ഗാർഡനിലോട്ട് പോകാം. നൈക്കിയുടെ ഷോപ്പാണ്. നല്ല രസമുണ്ടല്ലേ, ഈ ഒരു തോട്ട് റിഫ്ലക്ഷൻ കാണാം.
റിഫ്ലക്ഷൻ കാണണമെങ്കിൽ അപ്പുറത്തെ ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. ഫോണിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പക്ഷെ എനിക്ക് നേരിട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മോളിന്ന് കണ്ടോ, അവിടെ നിന്നൊരു സ്ഥലത്ത് നിന്ന് മാത്രം ലൈറ്റ് അടിക്കണം. അപ്പം എനിക്ക് സൺകിസ്റ്റ് ആയിക്കോട്ടെ നോർത്തിട്ട് വീഡിയോ എടുത്തതാണ്. ഫുള്ള് വീഡിയോയിൽ ഈ ലൈറ്റ്സാണ് കാണിക്കുന്നത്. ബിക്കോസ് നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഏത് ഫ്ലോർ ഇറങ്ങിയാലും ഈ ലൈറ്റ്സ് കാണാം. ദുബായ് മോളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇവിടുത്തെ അക്വാറിയം. നമുക്ക് അവിടെ പോയിട്ട് കാണാം. അതിൻ്റെ ഉള്ളിൽ കുറേ ഈ ലോകത്തുള്ള എല്ലാ കണ്ടും ഇതുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അച്ചടാക്കി വിട്ടു. നമുക്കെന്തായാലും അവിടേക്ക് പോയി നോക്കാം. ആൾക്കാർ സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കാണാവോ? പഠിപ്പിച്ചു കൊടുക്കാന്ന് തോന്നുന്നു ഒരാളെ. ഇതിനുള്ള അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഓ നൈസ്. വാ, അതെനിക്ക് വേണ്ടിയിട്ട് വന്നത്. അതിൻ്റെ ഇടയിലൊരു സ്പേസ് ഒക്കെ കണ്ടോ? അതെന്താ ശരിക്കും സെറ്റപ്പ്? അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? അവിടെ മീൻ തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് പുറത്ത് റിഫ്ലക്ഷൻ ആവാനും ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് ആൾക്കാർക്ക് ഇറങ്ങി നിൽക്കാനുള്ള സെറ്റപ്പാണോ എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഒരാൾ വരണം കേട്ടോ. എന്തൊരു ശാന്ത, എന്താ സ്ലോ മോഷനോ മറ്റേ പണ്ട് ആച്ചൊടി. പിടിച്ച് ഉമ്മൊക്കെ നോക്കണം എനിക്ക്. അയ്യോ, എൻ്റെ മേത്തൊക്കെ മുറിഞ്ഞിരിക്കുന്നു. ആരെങ്കിലൊക്കെ ഇട്ടത് തല്ലുകൂടണമായിരിക്കും. അതെന്ത് തരം മീനാണാവോ? ഇത് കണ്ടോ, ഒരാളിവിടെ സ്ലോ മോഷൻ നടത്തണേ. ഇതിന് മറ്റേ പണ്ട് പറയുമല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിലത്തെ പോലെ സ്ലോ മോഷനൊന്നും. ഭയങ്കര സ്ലോ മോഷൻ കുറച്ച് നേരമായി. ഹലോ, എൻ്റെ മുഖം നോക്കിയ ക്രൂരത. ഓ, വല്ലാത്ത ക്രൂരത. എന്തോ ഭയങ്കര ഒരു ക്രൂരത. എന്തിനാണ് ഇങ്ങനെ ക്രൂരനാവുന്നേ? വർത്താനം പറയണം. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര വെയിൽ. അപ്പോൾ എന്തായാലും ഷെയ്ഡ്സ് വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ പുറത്തോട്ട് ഇറങ്ങട്ടെ. ഇതൊരു ബ്രിഡ്ജാണ്.
പിന്നെ ബുർജ് ഖലീഫ കണ്ടില്ല എന്ന് പറയരുത്. ബുർജ് ഖലീഫ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തൊരു ഭംഗിയുള്ള വെള്ളാല്ലേ. ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര വെയില്. എനിക്ക് തലവേദന എടുക്കുമില്ലെങ്കിൽ ഷെയ്ഡ്സ് വെക്കാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. വന്ന സമയം ശരിയായില്ല, വെയിൽ കൂടിയ സമയമാണ്. പക്ഷേ പാർക്കിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ആ മിറാക്കിൾ ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും വെയിലുള്ളപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുകളിലോട്ട് ഉച്ച സമയത്ത് ഇറങ്ങിയത്. ഇവിടെയൊക്കെ ഫുൾ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ സ്റ്റാർബക്സ് ഉണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതൊരു സുഷി ബാറാണ്. സോ അപ്പം ഞാൻ എൻ്റേതായ കുറച്ച് സെൽഫ് പോർട്രേറ്റ് പ്രഹസനങ്ങളൊക്കെ നടത്തി. അല്ലാണ്ട് എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലല്ലോ. ഞാൻ ഫോൺ ചാരി വയ്ക്കാം, ഫോട്ടോ എടുക്കാൻ പറ്റുമോ എടുത്ത് വയ്ക്കാം. ഓക്കെ, സോ അപ്പോൾ കുറച്ച് സെൽഫ് പോർട്രേറ്റ് പ്രഹസനങ്ങളൊക്കെ നടത്തി. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെയൊക്കെ കുറേ ലൈറ്റ്സ് ഉണ്ട്, അതൊക്കെ ലൈറ്റ് വരുമായിരിക്കും. അപ്പോൾ എന്താ, ഇനിയിപ്പോൾ നമുക്കൊന്ന് ചുറ്റി കറങ്ങി നടന്ന് കാണാം. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ഓക്വേർഡ്നെസ് ആയിരിക്കും എനിക്ക്. കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന്, കിളിയാണ് ഇനി അവരുടെ സെക്യൂരിറ്റി ഫീച്ചറാണോ? ഓ, കിളി. അപ്പോൾ നമുക്കിവിടേക്ക് ഒന്ന് നടന്ന് കാണാം. ഇത് ഞാനാണ്, പക്ഷേ നേരിട്ട് എനിക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് കാണാം. ഫോണിൻ്റെ പ്രശ്നമാണോ? ഫോണിൽ കറക്റ്റായിട്ട് കാണാം. ഇതിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് കാണാം. അടിച്ചു പോയി ഗൈസ്. വെയില് അതുപോലെ വെയിലായിട്ട് ഭയങ്കരമായിട്ട് ചാർജ് ഇറങ്ങണു. ഒറ്റയടിക്ക് ഒരു 89 ഇപ്പോൾ 40 സംതിങ് ആയി. ഒറ്റയടിക്ക് ചാർജ് ഇറങ്ങണു. പ്ലസ് ചൂട് കാരണം ഫോൺ പിടിക്കാൻ പറ്റുന്നില്ല. ഫോൺ തോന്നുന്ന പോലെയൊക്കെ പ്രവർത്തിക്കുന്നു. അത്ര തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്നില്ല, പക്ഷേ സ്റ്റിൽ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഇത് ഓണായിരുന്നു, മറ്റേ ടോർച്ച് ഓണായിരുന്നു. അപ്പം അതിന് ശേഷം ഇപ്പോൾ ടോർച്ച് ഓഫാണ്, പക്ഷേ സ്റ്റിൽ ലോക്ക് സ്ക്രീനിൽ ടോർച്ചിൻ്റെ സിമ്പിള് കത്തി കിടക്കുവാണ്, ലൈക്ക് ഓണാണെന്നുള്ള രീതിയിൽ കാണിക്കുവാണ്. ഓഫ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ആ സാധനം പോകുന്നില്ല. ഇനി കുറച്ച് നേരം ഫോൺ കൊണ്ട് വെള്ളത്തിലോട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ നടന്ന് ഇക്കൂടെ ഇങ്ങനെ നടന്ന് ആ പാലം കയറി അപ്പുറേക്ക് പോവാം. ഇതല്ലേ ഈത്തപ്പഴം കഴിക്കുന്ന മരം. സോ ദിസ് ഈസ് ദുബായ് മോൾ. ഇതാണ് ദുബായ് മോൾ. ബുർജ് ഖലീഫ. ഇതൊക്കെ ഫുഡ് ഏരിയാസ്, റെസ്റ്റോറൻറ്റ് ഏരിയാസ് ആണ്. ഇനി ഇവിടെ നിന്ന് നടന്ന് അപ്പുറത്തോട്ട് കിടക്കും. നമ്മൾ അപ്പുറയാണ് വന്നത്. ഞാനിങ്ങനെ ചുറ്റിക്കിറങ്ങി നടന്നു വന്നു. നമുക്കിതിലെ ബ്രിഡ്ജ് കയറി അപ്പുറേക്ക് പോവാം. വെയിൽ ഇന്ന് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ടാൻ അടിച്ച് നശിഞ്ഞിട്ടുണ്ടാവും. ഇത് ആക്ച്വലി വാട്ടർ ഫൗണ്ടൈനാണ്. നിങ്ങൾ ഫോട്ടോസിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സന്ധ്യ ആകുമ്പോൾ ഒരു ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളം പൊങ്ങിന്താന്നും കളിക്കുന്ന പരിപാടി. പക്ഷേ ഞാൻ രാത്രി വരെ നിൽക്കില്ലായിരിക്കും, എനിക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണ്ടേ. അപ്പോൾ ഇതാണ്, ശബ്ദം വരെ ഉണ്ട്. നേരെ അവർ വീഡിയോ ചെയ്യുവാട്ടോ എന്തോ എനിക്ക് തോന്നുന്നു, ഹസ്ബൻഡും വൈഫും.
ആണെന്ന് തോന്നുന്നു. അവരല്ല, അല്ലാണ്ട് കുറച്ച് പേര് താഴെയുണ്ട്. കുറേ നേരം അയ്യോ ഭയങ്കര ക്യൂട്ട് ചൈനീസാണ്. ഓ ഒരു വലിയൊരു കൊറിയോഗ്രാഫി ചെയ്തൊരു റീൽസ് എടുക്കുവാണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ലാസ്റ്റ് പോർഷനായിരിക്കും മിക്കവാറും. ടാറ്റ ബൈ ബൈ സീ യു. അപ്പോൾ താഴത്തെ ഏരിയയാണ് ഇവിടുത്തെ. മുകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ താഴോട്ട് വരാം. തിരിച്ചങ്ങ് നടക്കാം. എൻ്റെ ഫോൺ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. വെയിൽ ഭയങ്കര ചൂട്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം തണുപ്പിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാനും എന്തെങ്കിലും കഴിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ നൈസായിട്ട് ഇറങ്ങാം. ഇവിടെ നിന്നിട്ട് ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യണു. വെള്ളത്തിലോട്ടെടുത്ത് ചാടാൻ പോകുന്നു. അപ്പോൾ മെട്രോയിലോട്ട് കയറേണ്ട ഒരു വഴി അവിടെ നിന്ന് ഡൈവേർഷൻ എടുത്ത് വന്നു. 2-3 സാധനങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കാണണം. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് കുറച്ചും കൂടെ ആരുമില്ലാത്ത ഏരിയ. ഞാൻ അത് 1-2 പേരെ ഇവിടെ കണ്ടു. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇതെന്ത് വഴി എങ്ങോട്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര രസമുള്ള സ്റ്റേസ്. വഴി മനസ്സിലാവണ്ടേ? വഴി മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഇവിടെ. ഒരു വിധത്തിന് ഞാൻ ചുറ്റി കറങ്ങി ഏതിൻ്റെ ഉള്ളിൽ കൂടെ, അതിൻ്റെ ഉള്ളിൽ എൻട്രി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. സ്റ്റിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ തിരിച്ചകത്ത് മെട്രോയിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞത് മോളിൽ നിന്നൊരു സാധനം കണ്ടു. അപ്പോൾ കുറച്ച് കാശ് കാണാൻ വേണ്ടിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. നടന്ന് ഉപ്പാടിളകി ഒരവസ്ഥയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. സത്യമായിട്ടും വയ്യാത്ത അവസ്ഥയായി. ഇനി അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വഴിയാണ് മനസ്സിലാകാത്ത ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, താഴെ പോയിട്ട് തിരിച്ചെനിക്ക് മെട്രോൻ്റെ എൻട്രൻസ് മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെയും ദുബായ് മോളിൻ്റെ അകത്ത് കയറി പിന്നെ ഒരു വഴി തപ്പി കണ്ടുപിടിച്ച് കുറേ നടന്ന് മെട്രോയിൻ്റെ എൻട്രൻസ് എത്തിയിട്ട് അവിടെ നിന്ന് നടന്ന് കുറച്ചങ്ങ് എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെയും ദുബായ് മോളെന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് വഴിയാണ് നടന്നത് അവസ്ഥ. പിന്നെ അത്ര ദൂരം പിന്നെയും തിരിച്ച് നടന്ന് ഒരു വിധത്തിൽ മെട്രോൻ്റെ ബ്രിഡ്ജ് കടന്ന് ഇത്ര മെട്രോൻ്റെ സൈഡ് എത്തിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് മോളിൻ്റെ ഉള്ളിൽ നിന്ന് മെട്രോൻ്റെ അകത്ത് വരെ നടക്കാൻ. ഇൻ ദ സെൻസ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ബ്രിഡ്ജിൽ നമുക്ക് നടക്കണം എന്നില്ല. വേറൊരു മറ്റേ എയർപോർട്ടിലൊക്കെ ഉള്ള പോലത്തെ മൂവിങ് എസ്കലേറ്റർ ഇല്ലേ, സ്റ്റെപ്പല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള എസ്കലേറ്റേഴ്സ് ഉണ്ട്. അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ ചുമ്മാ നിന്നാൽ മതി. നടക്കേണ്ടവർക്ക് നടക്കാം. ഞാനിങ്ങനെ ചുമ്മാ നിൽക്കണം. ബിക്കോസ് ഇത്ര നേരം നടന്നിട്ടേ 10-12 ആയപ്പോൾ നടക്കാൻ തുടങ്ങിയതല്ലേ. ഇത്ര നേരമായിട്ട് നടന്നിട്ട് എനിക്ക് വയ്യ. എൻ്റെ കാലൊന്നും സമ്മതിക്കണില്ല എന്നെ. എനിക്ക് അന്ന് വല്ല ഷൂസ് ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ നോർമൽ ചെരുപ്പായിട്ടെ. ഷൂസ് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ശരിക്കും അങ്ങോട്ട് സമ്മതിക്കണില്ല എൻ്റെ കാല്. ഇനിയും നടക്കാനുള്ള പരിപാടികളാണല്ലോ, ഇനിയും നടക്കണമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. അങ്ങനെ ഫൈനലി
ഒരു നൂറ്റാണ്ടിന് ശേഷം ഞാൻ മെട്രോയിലെത്തി. അപ്പോൾ ഞാൻ മെട്രോയിൽ നിന്ന് ഇറങ്ങി. നമുക്ക് മിറാക്കിൾ ഗാർഡനിലോട്ട് പോകാനായിട്ട് മെട്രോയിൽ കയറിയിട്ട് നമ്മൾ മോൾ ഓഫ് ദി എമിറേറ്റ്സിൽ ഇറങ്ങണം. എന്നിട്ട് ഇവിടെ നിന്ന് ടാക്സിയോ ബസ്സോ എടുത്തിട്ടാണ് പോകേണ്ടത്. ബസ് സ്റ്റേഷൻ നേരെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ടാക്സി എടുത്തിട്ട് നമുക്ക് മിറാക്കിൾ ഗാർഡനിലോട്ട് പോകാം. പിന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ. ബസ്സിൽ കയറിയിട്ട് ഇവിടെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ഈ കാർഡ്, മെട്രോൻ്റെ കാർഡ് തന്നെ മതി. ട്രാം, ബസ്സസ്, മെട്രോസ് ഒക്കെ സെയിം കാർഡ് മതി. അപ്പോൾ അതൊന്ന് നമ്മൾ ബസ്സിൽ കയറുക, ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി മിറാക്കിൾ ഗാർഡനിൽ സ്റ്റോപ്പാണ്. അവിടേക്ക് പോകുന്ന ബസ്സിലാണ് കയറിയിരുന്നത്. സോ നമുക്കിനി അങ്ങോട്ട് പോകാം. ഫൈനലി ഇവർ പറയുന്ന സ്ഥലത്ത് എത്തി. മിറാക്കിൾ ഗാർഡൻ്റെ എൻട്രൻസ് ഇവിടെ എവിടെയോ ആണ്. അതിനെ തപ്പി കണ്ടുപിടിക്കണം. ഫുള്ള് കാടാണ്. അതുകൊണ്ട് ഏത് സൈഡിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെയും കാട്, അവിടെയും കാട്. നമുക്ക് നോക്കാം. അതാണ് എൻട്രൻസ്. ഞാനപ്പോൾ ടിക്കറ്റ് എടുത്തു. ഇത് 100 ദിറംസാണ് ആയത്. ഏറെക്കുറെ ഒരു 2300 രൂപ റേഞ്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ മിറാക്കിൾ ഗാർഡൻ. ഇത് മുഴുവനും കണ്ട് തീരത്തില്ല. ഞാനെപ്പോൾ കണ്ടു തീർക്കാനാ? നൈസ് ഒറിജിനൽ ഫ്ലവേഴ്സ് ആട്ടോ. കുറേ ഉണ്ട് അങ്ങോട്ട്. അവിടെ ഒരു പ്ലെയിനൊക്കെ ഉണ്ട്, കാണാം, നോക്കാം. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. സീറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഒരു ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. നമുക്കൊരു മിനി ഹമ്മറൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആന അടിപൊളി സെറ്റപ്പാണ്. അലാദിനൊക്കെ ഉണ്ടത് അവിടെ. ശരിക്കും അത് പാലസ് ആണെന്ന് തോന്നുന്നു. ഇരുട്ടായി തുടങ്ങി. കുഞ്ഞിയാണ്. ഇനി 18+ കോണ്ടന്റ് കാണിച്ചു എന്ന് പറയരുത് കേട്ടോ.
ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആകാശം നോക്കാൻ എന്തൊരു ഭംഗിയാണ്. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകും. ലേറ്റായി, കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. ഇരുട്ടായി തുടങ്ങി. ഇരുട്ടത്തോടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ലൈറ്റ് അവർ വിടും, പക്ഷെ അവർ ഭംഗി കിട്ടില്ല. എന്തായാലും 100 ദിർഹംസിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഫുൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം തന്നെ ഇരുട്ടായി തുടങ്ങി. പിന്നെ ഇപ്പം ഇരുട്ടത്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ. ലൈറ്റൊക്കെ ഇടും അവർ, കണ്ടോ. പക്ഷേ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഭംഗി കിട്ടില്ല. നമ്മൾ കാണുമ്പോൾ ഭംഗി കിട്ടും, പക്ഷെ വീഡിയോയിലോട്ട് ഭംഗി കിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് നേരം കൂടെ ഇവിടേക്ക് ഇരുന്ന് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അല്ലാണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇവിടെ ഇരുന്ന് ടൈം കളയേണ്ട കാര്യമില്ല എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. എന്താ പറയുക, ഞാനപ്പോൾ തിരിച്ച് എമിറേറ്റ്സ് മോളിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് ബസ് കയറാനായിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുവാണ്. ഇപ്പോൾ അല്ല, ഇരിക്കുവാണ്. നമുക്കിവിടെ നിന്ന് ബസ് കയറിയിട്ട് എമിറേറ്റ്സ് മോളിൻ്റെ അവിടെ ചെല്ലാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് മെട്രോ എടുത്ത് റൂമിൻ്റെ അടുത്തോട്ട് പോവാം. ബസ് സ്റ്റോപ്പാണ് ഇവിടുത്തെ. നല്ല രസം. നാട്ടിലെല്ലാം ആയിരിക്കും, എല്ലായിടത്തും അല്ല, ചിലയിടത്തൊക്കെ നല്ല ബസ് സ്റ്റോപ്പുകളാണ് നാട്ടിൽ. സോ ഫൈനലി ഞാൻ ബസ്സിൽ കയറി. നമുക്കിനി നേരെ എമിറേറ്റ്സ് മോളിൻ്റെ അവിടെ ചെന്ന് നടക്കും. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എമിറേറ്റ്സ് മോളിൻ്റെ അവിടെയാണ്. ഇനി നമുക്ക് നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് പോകാം. മെട്രോ സ്റ്റേഷൻ തപ്പി കണ്ടുപിടിക്കണം. ഇവിടെ അടുത്ത് തന്നെയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ. മെട്രോ സ്റ്റേഷനിലോട്ട് പോയിട്ട് നമുക്ക് മെട്രോ കയറി നമ്മുടെ സ്ഥലത്തോട്ട് പോവാം. റൂമിൻ്റെ അവിടേക്ക് പോവാം. ഇവിടെ നിന്ന് ഇതാണ് എമിറേറ്റ്സ് മോളിൻ്റെ ഏരിയ. ഇതാണ്. ഇത് അങ്ങോട്ടുണ്ട്. നമുക്കിതിൽ സ്റ്റെപ്പ് കയറി ബ്രിഡ്ജിൽ കൂടെ മെട്രോൻ്റെ അവിടേക്ക് പോകാൻ പറ്റും. അതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. ഞാനിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ്. ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ തിരക്ക് നോക്ക്. എൻ്റെ പൊന്നേ, ഭയങ്കര തിരക്കാണ്. ട്രെയിനിലോട്ട് നോക്കിയ തിരക്ക്, ഒരു രക്ഷയില്ല കയറാൻ. ആ ട്രെയിൻ അടച്ചു. അടുത്ത ട്രെയിനിൽ പോകാം. ഫൈനലി അങ്ങനെ എനിക്കിറങ്ങേണ്ട മെട്രോ സ്റ്റോപ്പിലെത്തി. ഇവിടെ മറ്റേ ജോലി ടൈമിൻ്റെ ആണെന്ന് തോന്നുന്നു. രാവിലെ ജോലിക്ക് പോകുന്ന ടൈമും വൈകുന്നേരം ഈ സമയം ഭയങ്കര തിരക്കാണ് മെട്രോയിൽ. ഒരു രക്ഷയില്ല. അത്യാവശ്യം റോഡിൽ ട്രാഫിക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാബ് എടുക്കാമെന്ന് ഓർത്താലും നടക്കില്ല. മെട്രോയാണ് കുറച്ചും കൂടെ ലാഭം. ബട്ട് സ്റ്റിൽ മെട്രോയിലും ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും കയറി
കഴിക്കാനായിട്ട് മേടിക്കാം. നമുക്ക് ഈ ഒരു ഫലാഫൽ സാലഡ് എടുക്കാം. നമുക്ക് ഗ്രേപ്സ് എടുക്കാം. എനിക്കൊരു ഞാനൊരു സ്നീക്കേഴ്സ് എടുത്തു. ഇതില്ല, തണുപ്പ്. ഫൈനലി അങ്ങനെ കുറച്ചധികം നേരത്തെ എപ്പോൾ ഇറങ്ങിയത്, രാവിലെ ഇറങ്ങിയതല്ലേ, ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ തിരിച്ച് റൂമിലെത്തി. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആവണം, പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകണം. അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുവാണ്. അപ്പോൾ എന്താ, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരട്ടെ. ഇന്നത്തെ ട്രാവൽ വീഡിയോസ് ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുവാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം. ഇപ്പോഴല്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട്. ലേറ്റ് ആയിട്ടല്ലേ ഫുഡ് കഴിച്ചത്, അപ്പോൾ നമുക്ക് കുറച്ച് ലേറ്റായിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ അത്രയൊക്കെ ഞാനപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങി. ഇപ്പോൾ സമയം ഇവിടെ 12:30. ഇപ്പോൾ നാട്ടിൽ 1:30-2 മണിയായി കാണും. അപ്പോഴാണ് വിശന്നത്. ആൾക്കാർ ഡാൻസ് പ്രാക്ടീസ്, തകൃതിയായിട്ട് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ. കരാമ ഏരിയയാണ് കൂടുതലും, ഇവിടെ മലയാളീസാണ്. ഞാനിങ്ങനെ കളിയാക്കി പറയും, ബാംഗ്ലൂർ ഇപ്പോൾ ഒരു കൊച്ചു കേരളമായിരുന്നു, അതുപോലെ ദുബായിൽ ഈ ഏരിയയിൽ ഒരു കൊച്ചു കേരളമാണെന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് മലയാളി ഷോപ്സും മോസ്റ്റ്ലി ഇന്ത്യൻ ഷോപ്സും ഒക്കെ കുറേ ഉണ്ട്. സിട്രസി മെഡിക്കൽ ഷോപ്പ്. സോ ഞാൻ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൻ്റെ വീഡിയോ കാണിച്ചത് കഴിച്ച് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് സാലഡ്, ഫലാഫിൽ സാലഡ് പണി തന്നു എന്ന് തോന്നുന്നു. സ്റ്റിക്ക് പണി തന്നു എന്ന് തോന്നുന്നു. എനിക്ക് ഫുള്ള് ഇച്ചിങ്, അലർജി ആയിട്ടുണ്ട്. എനിക്ക് അലർജിയുടെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ആണെന്ന് തോന്നുന്നു ശ്വാസം മുട്ടലും ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ശ്വാസം മുട്ടലായിരുന്നു. അപ്പോൾ ഞാനോർത്ത്, പിന്നെയാണ് എനിക്ക് ചൊറിച്ചിൽ വന്നത്. അപ്പോൾ ഞാനോർത്ത് ശ്വാസം മുട്ടൽ കാരണം ചൊറിച്ചിൽ വരുമോ. പിന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, ചൊറിച്ചിൽ കാരണം, അതായത് അലർജി കാരണം ശ്വാസം മുട്ടൽ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ശ്വാസം മുട്ടലിൻ്റെ മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല, കുറച്ചതായിട്ട് നിർത്തി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും സിട്രസിൻ ഒരെണ്ണം മേടിച്ചു. ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് ഓർത്തു. കയ്യും കാലൊക്കെ തരുതരുന്ന് തണുത്ത് പൊങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കഴിക്കാമെന്ന് ഓർത്തു. സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. എൻ്റെ ഡ്രസ്സ് മാറ്റണേക്കാൾ തന്നെ നേരത്തെ എടുത്ത് വെച്ചതാണ്, ഇപ്പം തന്നെ എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണേ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈ പോഷൻ മാത്രമേ ലാസ്റ്റ് കാണാം.